കാഴ്ചയുടെ ലോകം അന്യമായവർക്കു വേണ്ടി അറിവിന്റെ അമൂല്യമായൊരു നിധി കണ്ടെത്തിയ ലൂയിസ് ബ്രെയിലിന്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മളെ വല്ലാതെ ഉലച്ചു കളയുന്ന ചില അപകടങ്ങൾ സംഭവിക്കാറുണ്ട്, അല്ലേ? ദൈവത്തിന്റെ നീതിയെപ്പോലും നമ്മൾ സംശയിച്ചു പോകുന്ന നിമിഷങ്ങൾ. പക്ഷേ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ആ നിമിഷം അതിന്റെ കാരണം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കാലം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും ആ സംഭവങ്ങൾക്ക് പിന്നിൽ ഒരുപക്ഷേ വലിയൊരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന്. ലൂയിസ് എന്ന കുട്ടിയുടെ ജീവിതത്തിലും അങ്ങനെയൊരു ദുഃഖകരമായ സംഭവം നടന്നു. ഫ്രാൻസിലെ കൂവ്രേ എന്നൊരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ലൂയിസിന്റെ ജനനം. അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടെ ഒരു തുകൽശാല നടത്തുകയായിരുന്നു. വെറും 3 വയസ്സുള്ളപ്പോൾ കളിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചൊരു അപകടം. അച്ഛന്റെ പണിശാലയിലെ മൂർച്ചയേറിയൊരു ഉപകരണം ലൂയിസിന്റെ കണ്ണിൽ ആഴത്തിൽ തുളച്ചു കയറി. ആ കുഞ്ഞുകണ്ണിലെ മുറിവ് പഴുത്തു, അണുബാധ പടർന്നു. അധികം വൈകാതെ അത് മറ്റേ കണ്ണിന്റെയും വെളിച്ചം കവർന്നെടുത്തു. ആ കുഞ്ഞുജീവിതം അതോടെ എന്നേക്കുമായി ഇരുട്ടിലായി. ഈ ഒരു ദുരന്തം ലൂയിസിന്റെ മാതാപിതാക്കളുടെ ഹൃദയം തകർത്തുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കാഴ്ചയില്ലാത്ത തങ്ങളുടെ മകൻ ഈ വലിയ ലോകത്ത് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? അവരെപ്പോഴും ആലോചിച്ച് വ്യാകുലപ്പെട്ടു. തങ്ങളുടെ കാലം കഴിഞ്ഞാൽ അവൻ ഈ സമൂഹത്തിനൊരു ഭാരമായി മാറുമോ എന്നുപോലും അവർ ഭയന്നുപോയി. എന്നാൽ ആ മാതാപിതാക്കൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോയില്ല. പകരം അവർ ധൈര്യവും വിവേകവും കൈമുതലാക്കി. എന്തുതന്നെ സംഭവിച്ചാലും തങ്ങളുടെ മകനെ വിദ്യാഭ്യാസം നൽകുമെന്നും അവനെ എങ്ങനെയെങ്കിലും സ്വയം പര്യാപ്തനാക്കുമെന്നും അവർ ഒരുമിച്ച് ഒരു ദൃഢനിശ്ചയമെടുത്തു. ലൂയിസിന്റെ ജീവിതത്തിൽ പിന്നീട് വഴികാട്ടിയത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. 1, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. 2, ചെറുപ്പത്തിൽ തന്നെ ലഭിച്ച അറിവിന്റെ വെളിച്ചം. ലൂയിസിന്റെ അമ്മ തികഞ്ഞൊരു ഈശ്വരവിശ്വാസിയായിരുന്നു. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഏറ്റവും വലിയ വെളിച്ചമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. തന്റെ ഈ അവസ്ഥ കാരണം മകന്റെ മനസ്സിലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമോ എന്നവർ ഭയന്നു. അങ്ങനെയാണ് അവനെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാനായി ഒരു പുരോഹിതന്റെ അടുത്തേക്ക് അയക്കുന്നത്. ആ ഒരു തീരുമാനം ലൂയിസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറി. ആ പുരോഹിതൻ ലൂയിസിന്റെ ഉള്ളിലെ നന്മയെ വളർത്താൻ ഒരുപാട് സഹായിച്ചു. ബൈബിളിലെ നല്ല നല്ല കഥകൾ വളരെ ലളിതമായി അവനു പറഞ്ഞുകൊടുത്തു. അവന്റെ മനസ്സിൽ നല്ല ചിന്തകൾ നിറച്ചു. അതോടൊപ്പം ഈ ലോകത്തെ എങ്ങനെ തൊട്ടറിയാം, എങ്ങനെ കേട്ടറിയാം എന്നൊക്കെ പഠിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം ലൂയിസിനു വേണ്ടി ഒരു പുതിയ ലോകം തന്നെ തുറന്നുകൊടുത്തു. കാഴ്ചയുള്ള മറ്റു കുട്ടികളോടൊപ്പം അവനെ ഗ്രാമത്തിലെ സ്കൂളിൽ ചേർത്തു. ഒന്നോർത്തു നോക്കൂ, അക്കാലത്ത് കാഴ്ചയില്ലാത്തൊരു കുട്ടി സാധാരണ സ്കൂളിൽ പഠിക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. എന്നാൽ ആ പുരോഹിതന്റെ പരിശ്രമം കൊണ്ട് ആ അസാധാരണമായ കാര്യം നടന്നു. അത് ലൂയിസിന്റെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷം തന്നെയായിരുന്നു. അങ്ങനെ തനിക്ക് കിട്ടിയ ആ വലിയ അവസരം ലൂയിസ് ഒട്ടും പാഴാക്കിയില്ല. അവൻ കഠിനാധ്വാനത്തോടെ പഠനത്തിൽ മുഴുകി. പുസ്തകങ്ങൾ കാണാൻ കഴിയില്ല എന്നതിന്റെ പരിമിതിയെ ലൂയിസ് ഒരു ശക്തിയാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ പഠനരീതി വളരെ ലളിതമായിരുന്നു. ഒന്നാമതായി, അധ്യാപകർ പറയുന്ന ഓരോ വാക്കും ഒരു തരി പോലും വിടാതെ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കും. രണ്ടാമതായി, അങ്ങനെ കേൾക്കുന്നതെല്ലാം തന്റെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കും. ഒടുവിൽ ക്ലാസ്സിൽ എന്ത് ചോദ്യം ചോദിച്ചാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഉത്തരം നൽകും. പഠനത്തിലുള്ള ഈയൊരു അർപ്പണബോധം അദ്ദേഹത്തെ പാരീസിലെ അന്ധർക്കായുള്ളൊരു കോളേജിലെത്തിച്ചു. അവിടെ വെച്ച് ചരിത്രം, ഗണിതം, വിവിധ ഭാഷകൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം അഗാധമായ പാണ്ഡിത്യം നേടി. കഠിനാധ്വാനവും കർത്തവ്യബോധവും കൊണ്ട് അദ്ദേഹം ആ കോളേജിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി മാറി. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചുവെന്നല്ലേ? പഠനം പൂർത്തിയാക്കിയ ഉടനെ അതേ സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹത്തിന് അധ്യാപകനായി നിയമനം ലഭിച്ചു. അധ്യാപകനായതോടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കൊരു അവസാനമായി. വേണമെങ്കിൽ ആ ജോലിയിൽ സംതൃപ്തനായി ശിഷ്ടകാലം മുഴുവൻ സുഖമായി ജീവിക്കാമായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ മഹാന്മാരായ ആളുകൾ സ്വന്തം സുഖത്തിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരല്ലല്ലോ. അവർ സമൂഹത്തിന്റെ നന്മയ്ക്കായി തങ്ങളുടെ ജീവിതം തന്നെ സമർപ്പിക്കുന്നു. അതുപോലെ ലൂയിസ് ബ്രെയിലും തന്റെ വ്യക്തിപരമായ വിജയത്തിൽ മാത്രം തൃപ്തനായിരുന്നില്ല. കാരണം കാഴ്ചയില്ലാത്തതുകൊണ്ട് അറിവ് നേടാൻ മറ്റുള്ളവർ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് സ്വന്തം അനുഭവത്തിൽ നിന്ന് അറിയാമായിരുന്നു. സ്വയം പുസ്തകങ്ങൾ വായിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ അറിവിന്റെ ലോകം വളരെ ചെറുതായിരുന്നു. അവർക്കുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ചിന്ത അദ്ദേഹത്തെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കാഴ്ചയില്ലാത്തവരുടെ ലോകത്ത് വെളിച്ചമെത്തിക്കാനുള്ള ആ വലിയ യാത്ര അദ്ദേഹം തനിച്ചാണ് തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ദിനചര്യ വളരെ കഠിനമായിരുന്നു. പകൽ മുഴുവൻ കുട്ടികളെ പഠിപ്പിക്കും. രാത്രിയിൽ ഈ ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ തന്റെ ചെറിയ മുറിയിലിരുന്ന് പുതിയൊരു ലിപിക്കു വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തും. കടലാസിൽ സൂചികൊണ്ട് കുത്തുകൾ തുളച്ച് വീണ്ടും വീണ്ടും പരീക്ഷിച്ച് തെറ്റുകൾ തിരുത്തി അദ്ദേഹം മുന്നോട്ടുപോയി. സ്വന്തം വിശ്രമവും ആരോഗ്യവും പോലും അതിനായി അദ്ദേഹം മാറ്റിവെച്ചു.
വർഷങ്ങളുടെ ആ കഠിനമായ തപസ്സിനൊടുവിൽ ലൂയിസ് ബ്രെയിൽ ആ ലക്ഷ്യം നേടി. വിരൽത്തുമ്പിനാൽ തൊട്ടറിഞ്ഞ് വായിച്ചെടുക്കാവുന്ന 6 കുത്തുകളുള്ള ആ അത്ഭുത ലിപി, അതായത് ബ്രെയിൽ ലിപി, അങ്ങനെ പിറവിയെടുത്തു. ബ്രെയിൽ ലിപിയിലൂടെ കാഴ്ചയില്ലാത്തൊരു വ്യക്തിക്ക് തന്റെ കണ്ണിനു പകരം വിരൽത്തുമ്പിലെ സ്പർശനശക്തി ഉപയോഗിച്ച് അറിവിന്റെ വലിയ ലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. ലൂയിസ് ബ്രെയിലിന്റെ ആ കണ്ടുപിടുത്തത്തിന്റെ സ്വാധീനം ലോകമെമ്പാടും അലയടിച്ചു. ഇന്ന് നോക്കൂ, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമുള്ള കാഴ്ചയില്ലാത്തവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നത് ബ്രെയിലിലൂടെയാണ്. ലോകത്തിലെ ഒട്ടുമിക്ക ഭാഷകളിലും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഓരോ വർഷവും ബ്രെയിലിൽ അച്ചടിക്കുന്നുണ്ട്. അറിവ് നേടാൻ മാത്രമല്ല, സമയമറിയാനും ചീട്ട് കളിക്കാനും ചെസ്സ് കളിക്കാനും, എന്തിന് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഈ ലിപിക്ക് സാധിച്ചു. പക്ഷേ ലോകത്തിന് ഇത്രയും വലിയൊരു വെളിച്ചം നൽകിയ ആ മഹാമനുഷ്യന്റെ ജീവിതം ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നത് ഒരു വിരോധാഭാസമാണ്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ ക്ഷയരോഗം പിടികൂടിയിരുന്നു. അത് അദ്ദേഹത്തെ അവസാനം വരെ അലട്ടി. പോരാത്തതിന് തന്റെ ജീവിതകാലത്ത് ഈ മഹത്തായ കണ്ടുപിടുത്തത്തിന് സർക്കാരിൽ നിന്ന് യാതൊരു അംഗീകാരവും അദ്ദേഹത്തിന് ലഭിച്ചുവുമില്ല. എന്നിരുന്നാലും ലൂയിസ് ബ്രെയിലിന്റെ ആ തപസ് ഒട്ടും വ്യർത്ഥമായില്ല. അദ്ദേഹത്തിന്റെ മരണത്തിനുശേഷം പതിയെ ലോകം ആ കണ്ടുപിടുത്തത്തിന്റെ വില തിരിച്ചറിഞ്ഞു. ഇന്ന് ഫ്രാൻസ് മാത്രമല്ല, ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിന് മുന്നിൽ വളരെ ആദരവോടെ തലകുനിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഫ്രഞ്ച് സർക്കാർ അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ആ ചെറിയ ഗ്രാമത്തിൽ നിന്ന് പാരീസിലേക്ക് മാറ്റിസ്ഥാപിച്ചു. ഫ്രാൻസിലെ ഏറ്റവും വലിയ മഹത് വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായിരുന്നു അത്. മനോബലം കൊണ്ട് വിധിക്കുമുന്നിൽ തലകുനിക്കാതെ ലോകത്തിന് മുഴുവൻ വെളിച്ചമായ ഈ വ്യക്തിത്വത്തിന്റെ പ്രചോദനാത്മകമായ കഥ നമ്മളുമായി പങ്കുവച്ചത് പരംപൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ ജിയാണ്.